തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കും പോൽ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. യഹൂദരുടെ ഇടയിൽ ഒരു കഥയുണ്ട്. ദാവീദ് രാജാവിൻ്റെ കാലത്ത് ദാവീദ് തൻ്റെ രാജ്യത്തിലെ ഒരു സ്വർണ്ണപ്പണിക്കാരനെ വിളിച്ചിട്ട് തനിക്കായി മനോഹരമായൊരു മോതിരം നിർമ്മിച്ച് നൽകണമെന്ന് പറഞ്ഞു. ആ മോതിരം ധരിക്കുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടി കൂടിയാണെന്നും സ്വർണ്ണപ്പണിക്കാരനോട് ദാവീദ് പറഞ്ഞു. ആനന്ദത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളിൽ ഞാൻ ആ മോതിരം നോക്കുമ്പോൾ ദൈവത്തെ മറന്ന് അമിതമായി ആഹ്ലാദിക്കാതിരിക്കാൻ എനിക്ക് കഴിയണം. മറ്റൊന്ന്, ജീവിതത്തിലെ സഹനങ്ങളിലും ദുഃഖങ്ങളിലും അത് അഭിമുഖീകരിക്കുമ്പോൾ ഞാൻ എൻ്റെ മോതിരത്തിൽ നോക്കുമ്പോൾ നിരാശപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രത്യാശയോടെ മുന്നോട്ട് നീങ്ങാനും എനിക്ക് കഴിയണം. അതിന് സാധിക്കുന്ന ഒരു സ്വർണ്ണ മോതിരം അടുത്ത ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എനിക്ക് നിർമ്മിച്ച് തരണമെന്ന് ദാവീദ് സ്വർണ്ണപ്പണിക്കാരനോട് ആവശ്യപ്പെട്ടു. സ്വർണ്ണപ്പണിക്കാരൻ വല്ലാത്ത അസ്വസ്ഥനായി. ഇനി ഇതെങ്ങനെയാണ്? താൻ ഇത്ര നാളും പലർക്കും മോതിരങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, എന്നാൽ ഇത് വ്യത്യസ്തമായൊരു മോതിരമായിരിക്കണമല്ലോ. ഈ സ്വർണ്ണപ്പണിക്കാരൻ്റെ ആകുലത കണ്ട് കൊട്ടാരത്തിലെ സോളമൻ രാജാവ്, അദ്ദേഹം ദൈവിക ജ്ഞാനമുള്ള കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ വളർന്നതാണ്. സോളമൻ രാജാവ് സ്വർണ്ണപ്പണിക്കാരനോട് പറഞ്ഞു, അതിന് വിഷമിക്കേണ്ട ആവശ്യമില്ല. നന്നായി നല്ലൊരു മോതിരം നിർമ്മിച്ചിട്ട് ആ മോതിരത്തിൻ്റെ മുകളിൽ ഇപ്രകാരം മനോഹരമായിട്ട് കൊത്തി വയ്ക്കണം, ഇതും കടന്നു പോകും. സ്വർണ്ണപ്പണിക്കാരൻ വളരെ മനോഹരമായി മോതിരം നിർമ്മിച്ചു. ആ മോതിരത്തിൻ്റെ മുകളിൽ ഇപ്രകാരം കൊത്തിവെച്ചു, ഇതും കടന്നു പോകും. അതെ, അമിതമായി ആഹ്ലാദിക്കാൻ സാധ്യതയുള്ള നിമിഷങ്ങളിൽ ദൈവത്തെ മറന്ന് സുഖഭോഗങ്ങളിൽ അടിമപ്പെട്ട് പാപം ചെയ്യാതിരിക്കുവാൻ ആഹ്ലാദങ്ങളുടെ നിമിഷങ്ങളിൽ ദാവീദിനെ സഹായിച്ചത് ഈ മോതിരത്തിലെ വാക്ക് തന്നെയാണ്. ഈ ആഹ്ലാദങ്ങൾ കടന്നുപോകും. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, വിഷമതകളിൽ തകർന്ന മനസ്സുമായി നിരാശപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന നിമിഷങ്ങളിലും ദാവീദ് ആ മോതിരം നോക്കുമ്പോൾ അദ്ദേഹത്തെ ബലപ്പെടുത്തിയതും ഈ വാക്യം തന്നെ, ഇതും കടന്നു പോകും. അതേ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അമിതമായി ആഹ്ലാദിക്കാതെ, പ്രതിസന്ധികളിൽ നിരാശപ്പെടാതെ ഇതും കടന്നു പോകുമെന്നുള്ള പ്രത്യാശയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ ദിനം നമുക്ക് പ്രത്യാശയോടെ ദൈവത്തോട് ചേർന്ന് ജീവിക്കാം. ദാവീദിനെ പോലെ ഇതും കടന്നു പോകും എന്നുള്ള അവബോധത്തോടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.